വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിമധുരം പങ്കിടുകയാണ് കോഴിക്കോട് മിഠായി തെരുവിലെ കൈരളി സ്വീറ്റ്സ്. 100 കിലോ അലുവ വിതരണം ചെയ്തായിരുന്നു ആഹ്ലാദ പ്രകടനം. വി.ഡി. മുഖ്യമന്ത്രിയായാൽ അലുവ വിതരണം ചെയ്യുമെന്ന് കൈരളി സ്വീറ്റ്സിന്റെ ഉടമ ഷാഹുൽ ഹമീദ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മിഠായി തെരുവിൽ നിന്ന് ബെൻസൻ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മിഠായി തെരുവിലാണുള്ളത്. മിഠായി തെരുവിലെ കൈരളി സ്വീറ്റ്സിന്റെ മുൻപിലാണ് നമ്മളുള്ളത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ കൈരളി സ്വീറ്റ്സിൽ 100 കിലോയിലധികം അലുവ സൗജന്യമായി ഇവിടെ വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മധുര വിതരണം ഇതാ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഷാഹുലുണ്ട്, കൈരളി സ്വീറ്റ്സിന്റെ ഓണറാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അലുവ 100 കിലോ അലുവ വിതരണം ചെയ്യുമെന്നുള്ളതായിരുന്നു സന്തോഷം. ആ വിലയ്ക്ക് സന്തോഷം പ്രകടിപ്പിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അത് അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ പിന്നെ 100 കിലോ അലുവ നമ്മൾ ഇതിനെ പിന്നെ കൊടുത്തിട്ടുണ്ട്. അർജന്റീന ജയിച്ചിട്ട് 100 കിലോ. ഞാനൊരു മെസ്സി ഫാനാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം എനിക്കില്ല, പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വന്നു കഴിഞ്ഞാൽ ഒരു 100 കിലോ അലുവ കൊടുക്കണം എന്ന്. അപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച്, അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ മുന്നേ തുടങ്ങിയിരിക്കണം. ഈ കോഴിക്കോടിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മധുര പലഹാരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അലുവ. അപ്പോൾ അത് തന്നെ അങ്ങ് വിതരണം ചെയ്യാന്ന് വിചാരിച്ചു. തന്നെ വിതരണം ചെയ്യാതിരിച്ച് ഇതിന്റെ തുടക്കഘട്ടത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വി.ഡി. സതീശൻ അല്ല എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്താ തോന്നിയത്? ഇല്ല, എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജനപക്ഷം മുൻതൂക്കം വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് എന്തായാലും വിശ്വാസം ഉണ്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. മധുര പലഹാരം വിതരണം ചെയ്യുന്നു, അത് ആളുകൾ എടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ചേട്ടാ, വി.ഡി. സതീശനായി മുഖ്യമന്ത്രി സന്തോഷം, വളരെ സന്തോഷം. എന്താ വന്നേട്ടാ? നമ്മൾ 2-3 ദിവസം മുന്നേ പ്രഖ്യാപിച്ചിരുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ 100 കിലോ അലുവ കൊടുക്കും. കൈരളി ബേക്കറിൻ്റെ വക നമ്മളെല്ലാ പരിപാടിക്കും കൊടുത്തതാണ്. യുവജനോത്സവത്തിന് കൊടുത്തിക്കണ്, അർജന്റീന വേൾഡ് കപ്പിൽ കൊണ്ടുപോയപ്പോൾ അതിനും കൊടുത്തിക്കണ്. നമ്മൾ കോഴിക്കോട്ടുകാർ അലുവയിൽ പ്രാധാന്യം കളിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ SM സ്ട്രീറ്റിൽ എന്ന് പറഞ്ഞാൽ മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ തന്നെ അലുവക്കടകളാണ് ഫുള്ളായിട്ടുള്ളത്. അല്ല ചേട്ടാ, ഇപ്പൊ ഇതില് കുറെ പല വിധത്തിലുള്ള അലുവകളുണ്ട്. ഇപ്പൊ ഏതൊക്കെ അലുവകളാണ് ഉള്ളതെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ. ഇതിൽ കുറേ വെറൈറ്റി ഉണ്ട്. 10-35 വെറൈറ്റി നമ്മളെ സ്ഥാപനത്തിലുണ്ട്. ഇതിൽ ഗോതമ്പ്, കുനാഫ, ഇളനീര്, ചക്ക, ഈത്തപ്പഴം, മാംഗോ, പൈനാപ്പിൾ മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള താല്പര്യത്തെ ഓരോരുത്തരിക്കുക. പിന്നെ മധുരമാണ് നമ്മളെ പ്രധാനം. പിന്നെ നമ്മളുണ്ടാക്കുന്ന ഹലുവ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന പോലെ തന്നെ സന്തോഷത്തോടെ ഇവിടെ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ അലുവ കഴിച്ച് സന്തോഷത്തോടെ മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ വ്യാപാരത്തിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. വലിയ സന്തോഷത്തിലാണ്, വലിയ ആഘോഷത്തിലാണ് നാടുകൾ. ചേട്ടാ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിന്റെ സന്തോഷമാണിത്. അപ്പൊ അത്തരത്തിൽ വലിയ സന്തോഷത്തിലാണ്, വലിയ ആഘോഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണെങ്കിലും മിഠായി തെരുവിൽ നിന്നും ഷാഫിയോടൊപ്പം ബെൻസൻ ബാബു, ന്യൂസ് മലയാളം.